ബഹുമാന്യരായ പുത്തൻകുരിശ് DYSP, കൂത്താട്ടുകുളം CI 2026 ഫെബ്രുവരി 8-ാം തീയതിയിലെ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാര്യത്തിൽ ഉടനടി നടപടിയെടുക്കണമെന്ന് വളരെ താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. 1995-ൽ മാനവ നന്മയ്ക്കായി ഞാൻ വാങ്ങിയ 7 സെൻറ് സ്ഥലത്തുള്ള എൻ്റെ കെട്ടിടത്തിലുള്ള പ്രവേശനം നിരോധിച്ചുകൊണ്ട് സ്നേഹാലയ തിരുക്കുറൽ വിരുദ്ധ പ്രവർത്തകരായവർ 2024 ആഗസ്റ്റ് 16-ന് ശിവാനന്ദൻ സ്ഥാപിച്ച ജ്ഞാനമഠവും ഈ കെട്ടിടത്തിൻ്റെ മുന്നിൽ കറുത്ത പടത കൊണ്ട് മറച്ചിരിക്കുകയാണ്. നിങ്ങളടക്കമുള്ള ബന്ധപ്പെട്ട മേലധികാരികൾക്കെല്ലാം ഞാൻ പരാതി കൊടുത്തിട്ട് അന്നത്തെ DYSPയും CIയും ഇവർക്ക് കൂട്ടുനിന്ന് മേലധികാരികൾക്ക് എനിക്കെതിരായ റിപ്പോർട്ട് സമർപ്പിച്ച് 2025 ഏപ്രിൽ 15-ന് എനിക്ക് വധഭീഷണി അടക്കമുള്ള പരാതികളും മറ്റു വിഷയങ്ങളും ബഹുമാനപ്പെട്ട DGPക്ക് ഞാൻ നേരിട്ട് സമർപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അഡീഷണൽ DGP പുത്തൻകുരിശ് DYSPയെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, സ്വാമിനാഥൻ അത്യാവശ്യമായി ഫോണിൽ വിളിച്ചാവശ്യപ്പെട്ടാൽ പരാതി എഴുതി തരണമെന്ന് ആവശ്യപ്പെടാതെ സ്വാമിനാഥനെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ സഹായിക്കാമെന്ന് DYSP സമ്മതിച്ചിരുന്നു. അത്യാവശ്യമായ കാര്യങ്ങളുണ്ടായാൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാൽ മതിയെന്ന് അഡീഷണൽ DGP എന്നോട് പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ വളരെ അടിയന്തരമായ വിഷയം ഇപ്രകാരമാണ്. പ്രായമായ കിടപ്പിലായ എൻ്റെ അമ്മ 6 വർഷമായി എൻ്റെ സഹോദരിയുടെ സംരക്ഷണത്തിലായിരുന്നു. സഹോദരിയുടെ വീട് പൊളിച്ചു പണിയുന്നതിനാൽ അമ്മയെ ഇന്നലെ വൈകുന്നേരം ഈ കെട്ടിടത്തിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് സഹോദരി എൻ്റെ ഫോണിലേക്ക് വിളിച്ച് അമ്മയെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വല്യമ്മച്ചിയെ ഞങ്ങൾക്ക് കാണണം. എത്രയും വേഗം ഈ പടുത അഴിച്ചു മാറ്റിയേ പറ്റൂ. ഈ പടുത കെട്ടിയവരെ കൊണ്ട് എത്രയും വേഗം അഴിച്ചു മാറ്റിക്കണമെന്ന് വീണ്ടും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. നിയമസഹായ വേദിയും ഗവൺമെൻറ് വക്കീലും ഞങ്ങളെ കൈവിട്ടപ്പോൾ വിവിധ വിഷയങ്ങളടങ്ങിയ ഞങ്ങളുടെ പരാതികൾ ന്യായാധിപരിലേക്ക് എത്തി. ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനായി ഞങ്ങൾ ഹൈക്കോടതി സമരത്തിലാണ്. ഒന്നുകിൽ നീതി, അതല്ലെങ്കിൽ ഹൈക്കോടതിക്ക് മുന്നിലുള്ള എൻ്റെ മരണം എന്ന ഉറച്ച തീരുമാനത്തോടെ ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പ്രവർത്തിക്കുകയാണ്. ഞങ്ങളെക്കുറിച്ച് അറിയണമെന്നുള്ള സ്നേഹാലയ സ്വാമിനാഥൻ Facebook, YouTube നിങ്ങൾ കാണുക. പ്രപഞ്ചം നിറഞ്ഞ സ്നേഹത്തോടെ സ്നേഹാലയ സ്വാമിനാഥൻ.